തങ്ങളുടെ ഊർജ്ജ സംവിധാനത്തിന് നേരെയുള്ള റഷ്യയുടെ കടുത്ത അക്രമങ്ങളെ നേരിടാൻ പാടുപെടുകയാണ് ഇപ്പോൾ യുക്രൈൻ. യുദ്ധത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന യുക്രൈൻ നേരിടുന്ന ഏറ്റവും പുതിയ വെല്ലുവിളിയാണ് റഷ്യയുടെ ഈ ആക്രമണം. ഈ വർഷം യുക്രൈനിലെ ഊർജ്ജ സംവിധാനത്തിൽ റഷ്യ നടത്തിയ 12ാമത്തെ വലിയ ആക്രമണം നിരവധി യുക്രൈൻ പ്രദേശവാസികൾക്ക് വൈദ്യുതി പ്രവർത്തനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ദശലക്ഷക്കണക്കിന് സിവിലിയന്മാർക്ക് വൈദ്യുതി ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. ശത്രു രാജ്യം അവരുടെ ഭീകരത തുടരുകയാണ്. ഒരിക്കൽ കൂടി ഉക്രൈനിലേക്കുള്ള ഊർജ്ജ മേഖല വൻ ആക്രമണത്തിനിരയായി. യുക്രൈനിയൻ വൈദ്യുതി മന്ത്രി ജർമൻ ഹലൂഷ്ചെങ്കോ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പറയുകയുണ്ടായി. നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം രാജ്യത്തെ ജനങ്ങളെല്ലാം ഷെൽട്ടറുകളിൽ തന്നെ തുടരുകയാണ്. ബാലിസ്റ്റിക് ക്രൂയിഡ് മിസൈലുകൾ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ലക്ഷ്യമിടാൻ സാധ്യതയുള്ളതായി യുക്രൈന്റെ വ്യോമസേന മുന്നറിയിപ്പ് നൽകിയതിനാൽ തലസ്ഥാനമായ കീവിലെ തെരുവുകളിലെല്ലാം ശൂന്യമായിരിക്കുകയാണ്. ആക്രമണത്തിന്റെ ഫലമായി രാജ്യത്തുടനീളം അടിയന്തരമായി വൈദ്യുതി നിർത്തലാക്കണമെന്ന് യുക്രൈനിലെ എനർജി ഗ്രിഡ് ഓപ്പറേറ്റർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം അടുത്ത മാസങ്ങളിൽ റഷ്യയുടെ സൈന്യം യുക്രൈനു നേരെ ബോംബാക്രമണം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധം അതിന്റെ 3ാം ശീതകാലത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈന്റെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. റഷ്യയിലെ ഒരു നഗരത്തിന് നേരെ 6 അമേരിക്കൻ നിർമ്മിത ATACMS ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് റഷ്യയുടെ ഏറ്റവും പുതിയ ആക്രമണം യുക്രൈനിൽ അരങ്ങേറിയിരിക്കുന്നത്. സൈനിക ഊർജ്ജ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വെള്ളിയാഴ്ച റഷ്യയുടെ ആക്രമണം വലിയ തോതിൽ രാജ്യത്ത് അരങ്ങേറിയിരുന്നു. യുക്രൈൻ സമ്മതിക്കുകയും ചെയ്തു അത്. എന്നാൽ ആക്രമണത്തിന് ഏത് തരത്തിലുള്ള മിസൈലുകളാണ് ഉപയോഗിച്ചതെന്ന് വ്യക്തമല്ല. അതേസമയം അമേരിക്കൻ സൈനിക സ്റ്റോക്കുകളിൽ നിന്നും ഉപകരണങ്ങൾ പിൻവലിക്കുന്ന വരും ദിവസങ്ങളിൽ ഉക്രൈന് $500 മില്യൺ സഹായ പാക്കേജ് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2025ലേക്ക് കടക്കുമ്പോഴും യുക്രൈനെ ശക്തമായ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. ഇതിന്റെ ഭാഗമായി യുക്രൈനിലേക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിന് ബൈഡൻ ഭരണകൂടം പ്രവർത്തിക്കുകയാണെന്ന് ഒരു മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തു. അതേസമയം ടാഗൻറോഗ് നഗരത്തിന് സമീപമുള്ള സൈനിക വ്യോമതാവളത്തിൽ അടുത്തിടെ യുക്രൈൻ നടത്തിയ ATACMS ആക്രമണത്തിന് മറുപടിയാണ് നിർണായകമായ യുക്രൈൻ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഒറ്റ രാത്രി കൊണ്ട് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ പ്രത്യാക്രമണം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചതായും ലക്ഷ്യമിട്ട എല്ലാ യുക്രൈനിയൻ സൗകര്യങ്ങൾ തകർത്തതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്കൻ ദീർഘദൂര ആയുധങ്ങളുടെ ആക്രമണത്തിന് മറുപടിയായി റഷ്യയുടെ സായുധ സേന യുക്രൈനിലെ സൈനിക വ്യവസായത്തെ പിന്തുണയ്ക്കുന്ന ഇന്ധന ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾക്ക് നേരെ ദീർഘദൂര വ്യോമ സമുദ്ര അധിഷ്ഠിത ആയുധങ്ങളും UAVകളും ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി. പ്രതിരോധ മന്ത്രാലയം അതിന്റെ ഔദ്യോഗിക ടെലഗ്രാം ചാനലിലൂടെ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് ഇത്. അമേരിക്ക വിതരണം ചെയ്ത 6 ദീർഘദൂര ATACMS മിസൈലുകൾ റോസ്താവ് മേഖലയിലെ ഒരു എയർഫീൽഡിലേക്ക് യുക്രൈൻ സൈന്യം വിക്ഷേപിച്ചതായി ബുധനാഴ്ച മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 എണ്ണം പൻസീർ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ടിരുന്നു. മറ്റ് 4 എണ്ണം ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് നശിപ്പിച്ചത്. ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണ് 2 കെട്ടിടങ്ങൾക്കും നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി റഷ്യ പറയുന്നു. യുക്രൈനിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതായി നേരത്തെ യുക്രൈന്റെ ഊർജ്ജ മന്ത്രി പറയുകയുണ്ടായി. അതിന്റെ ഫലമായി തലസ്ഥാനത്തും മറ്റ് പല നഗരങ്ങളിലും വൈദ്യുതി തടസ്സം അനുഭവപ്പെടുകയും ചെയ്തു. ഒസേഡ മേഖലയിലും ഇവാനോ ഫ്രോങ്വോസ്ക് മേഖലയിലും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും നിരവധി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെർനോപോൾ മേഖലയിലും നിലവിൽ 50% ജനങ്ങളും വൈദ്യുതി തടസ്സം നേരിടുന്നതായി യുക്രൈനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളല്ല തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും എന്നാൽ വൈദ്യുതി സംവിധാനത്തെ സൈനിക ലക്ഷ്യമായി കാണുന്നുവെന്നും റഷ്യ പറയുന്നു. അമേരിക്കയിൽ ട്രംപ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതോടെ 2022 മുതൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരുപക്ഷെ സമാധാനപരമായ ചർച്ചയ്ക്ക് തുടക്കമാകാം. സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയുടെ സഹായം ആവശ്യമാണെന്ന് യുക്രൈൻ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്.